ബഷീർ സാഹിബിൻ്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിനായി ഇവിടെ സംഘടിപ്പിച്ച ഈ പൊതുയോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന എനിക്കേറെ ആദരണീയരും പ്രിയങ്കരരുമായ CK നാരായണൻ നമ്പൂതിരി അവറുകൾ, അതുപോലെ വേദിയിൽ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിച്ച എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് സുബൈർ കോഴിക്കര, വേദിയിലിരിക്കുന്ന നേതാക്കൾ പ്രിയപ്പെട്ട KP, അതുപോലെ T സ്വാലിഹ്, പ്രിയങ്കരനായ ഷാജിമാഷ്, അതുപോലെ CT സൈദലവി സാഹിബ്, അലി സാഹിബ്, OM അബു സാഹിബ്, അതുപോലെ KP മുഹമ്മദ് കുട്ടി സാഹിബ്, അതുപോലെ ബൂത്ത് കമ്മിറ്റിയുടെ ചെയർമാൻ രാമകൃഷ്ണേട്ടൻ, അതുപോലെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ഹൈമോൻ, പ്രിയപ്പെട്ട വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള ജനാധിപത്യ ചേരിയുടെ മുന്നണി പോരാളികളായ കർമ്മഭടന്മാരെ, നല്ലവരായ നാട്ടുകാരെ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. ചുരുക്കം പറഞ്ഞാൽ നോട്ട് നിരോധനത്തിലൂടെ കഷ്ടപ്പെട്ട ഒരു രാജ്യക്കാർക്ക് വോട്ട് നിരോധനം പിടികൂടാതിരിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. വോട്ട് നിരോധിച്ചാൽ പിന്നെ മനുഷ്യന്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായി പോകും. ഭരിക്കുന്ന കക്ഷി മോശമൊന്നല്ല. കോടതിയിലെ ജഡ്ജിമാര് പറയുന്നു ഞങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇവർ തരുന്നില്ല. സുപ്രീം കോടതി ഞങ്ങളുടെ കയ്യിലാണെന്ന് പറയുന്ന മന്ത്രിമാർ, CBI സംശയത്തിന്റെ നിഴലിൽ, ചെങ്കോട്ട ഡാൽമിയ കമ്പനിക്ക്, റിസർവ് ബാങ്ക് അവതാളത്തിൽ, വോട്ടിംഗ് മെഷീൻ സംശയത്തിൽ, ഇന്ത്യ രാജ്യത്ത് ഇതിൽ പരം ഇനി എന്താ വരാനുള്ളത്? താജ്മഹലിൽ നിസ്കാരം നിരോധിച്ച് RSSന്റെ ശാഖയ്ക്ക് അനുമതി, ഭരണകൂടത്തിലെ ആളുകൾ ഒത്താശയോടുകൂടി ക്രിമിനൽ കുറ്റവാളികളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരിക, ആൾക്കൂട്ട ആക്രമണങ്ങളെ ന്യായീകരിച്ചൊരു പ്രധാനമന്ത്രി സംസാരിക്കുക. ഈ നാടിനെ ഒരു മഹത്തായ പൈതൃകവും പാരമ്പര്യവും നാസറും ടീറ്റോയും പണ്ഡിറ്റ്ജിയും എന്ന് കേട്ടാൽ ലോകരാഷ്ട്ര ഭൂപടത്തിൽ ഇന്ത്യ തിളങ്ങി നിൽക്കുകയാണ്. ആ ഇന്ത്യയെ കുറിച്ച് ഇന്ന് വേറെ കണ്ടുകൊണ്ടാണ് നാട് കാണുന്നത്. ഗാന്ധി വധം, ബാബരി മസ്ജിദ് പതനം, ആസിഫ എന്ന് പറയുന്ന പൊന്നുമോളുടെ മരണം, ഇതിനെല്ലാം ഒരു ഭരണകൂടം കൈകാര്യം ചെയ്യുന്ന രീതി, ന്യൂസിലാൻഡിലടക്കം അവിടുത്തെ പ്രധാനമന്ത്രിമാർ അനിഷ്ട സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി പോലെ അല്ല. ഈ നാടാരുടേതാണ്? ഈ നാടിന്റെ മക്കളാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം. നരേന്ദ്രമോദിയുടെ രാമരാജ്യം ഹിന്ദു ഇതുവരെ നമുക്ക് പരിചയപ്പെടുത്തിയ രാമരാജ്യമാണെങ്കിൽ 100 തവണ നമുക്ക് സ്വാഗതം ചെയ്യാം. കാരണം അത് സമാധാനത്തിന്റെ നാടായിരിക്കും. നരേന്ദ്രമോദിയുടെ രാമരാജ്യം റിലയൻസ്, അംബാനി, മോഡി, അദാനി, അതാണ് രാമരാജ്യം. RAMA, റിലയൻസ്, അംബാനി, മോഡി, അദാനി, അതാണ് നരേന്ദ്രമോദിയുടെ രാമരാജ്യം. ഇയാൾ നല്ലൊരു കച്ചവടക്കാരനാണ്. രാജ്യ താല്പര്യമൊന്നുമില്ല, എല്ലാം കുത്തകകൾക്ക് തീരെഴുതുക. 3000 കോടിയുടെ പ്രതിമയുടെ താഴെ പതിച്ച് വിഷമിട്ടൊരു കുട്ടി കിടന്നുറങ്ങാം പാത്രവുമായിട്ട്. മുകളിലേക്ക് നോക്കുമ്പോൾ 3000 കോടിയാണ് പ്രതിമക്ക്. ആ കുട്ടിക്ക് 1 ഉറുപ്പിയുടെ വിലയില്ല. എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്? പെട്രോൾ, ഡീസൽ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കമ്പനികളുടെ പൈസ, നരേന്ദ്രമോദിക്ക് നല്ല ഡൊണേഷൻ. ഇത് എവിടുന്നാ കിട്ടുന്നത്? നമ്മുടെ ഈ പ്രദേശത്തെ BMS, CITU, AITC, INTUC, STU ഇവരൊക്കെ ഓടി ഓട്ടോറിക്ഷ വന്ന് ഊറ്റിപ്പിഴിഞ്ഞത്. നാട്ടുകാരുടെ പൈസ. നരേന്ദ്രമോദിക്ക് കുശാൽ, നാട്ടുകാർക്ക് കഷ്ടകാലം. മഹാത്മാഗാന്ധിയിൽ നിന്ന് നരേന്ദ്രമോദിയിലേക്കുള്ള ദൂരം കുറച്ചൊന്നുമല്ല. മഹാത്മജി അവസാനത്തെ ഇന്ത്യക്കാരന് കുപ്പായമിട്ട് ഞാനൊരു ഷർട്ട് ധരിക്കൂ എന്ന് ശടിച്ച മഹാനാണ്. 10 ലക്ഷത്തിന്റെ കുപ്പായത്തുമ്മൽ മോഡി 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 എന്ന് എഴുതിയിട്ട് മെയിനിലടിച്ച പ്രധാനമന്ത്രി അപ്പത്തെ പ്രധാനമന്ത്രി.
മഹാത്മജി പാടിയ പാട്ടും ഇയാൾ പാടുന്ന പാട്ടും രണ്ടാണ്. മഹാത്മജി പാടിയത് ഈശ്വർ അല്ലാ തേരെ നാം സബ്കോ സമ്മതി ദേ ഭഗവാൻ എന്നായിരുന്നു. നരേന്ദ്രമോദി പാടുന്ന പാട്ട് ടാറ്റ ബിർള തേരെ നാം സബ്കോ പെർമിറ്റ് ദേ ഭഗവാൻ എന്ന പാട്ടാണ്. അതാ വ്യത്യാസം. എല്ലാം തീരെ എഴുതി കുത്തകകളാണ്. കുത്തക ഈ അങ്ങാടിയിൽ ഒരു ഓട്ടോറിക്ഷയോടെ ഒരാൾ വന്നിട്ട് പറയാണ്, ഇനി ഒരൊറ്റ വണ്ടി ഇവിടെ ഓടാൻ പാടില്ല, ഞാനാണ് ആൾക്കാരെ വിടുകയാണ്. അടുത്ത ട്രിപ്പ് വന്നവരെ അവിടെ നിൽക്കി വേറെ ഓട്ടോറിക്ഷക്കാരൻ പറയും, ഞാൻ വരുന്നതാണ് കുമ്പടിയിൽ വിട്ടുകൊടുത്ത് വിട്ടാൽ പറ്റില്ല, ഞാനാണ് ഇവിടുത്തെ ആള്, ഞാൻ തീരുമാനിക്കും. അതിന്റെ പേരാണ് കുത്തക. മരുന്ന് കമ്പനി, പത്രം, ഇറച്ചി കമ്പനി എല്ലാം. നമ്മൾ വിചാരിക്കും ഇയാൾ ഈ പശുവിനോടുള്ള സ്നേഹം, പശുവിനെ അങ്ങ് സ്നേഹിച്ചിട്ട് ഇയാൾ എവിടെ എത്തിയെന്നറിയാം. നെഹ്റുവിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനായിട്ടാണ് കൊണ്ടാടുന്നത്. ഇയാളെ ജന്മദിനം ഒരു പക്ഷെ പശുദിനായിട്ട് കൊണ്ടാടേണ്ടി വരുമെന്ന് തോന്നിപ്പോവുകയാണ്. പശുവിനെ മാത്രം സ്നേഹം. ഈ നാട്ടിൽ ആരെയാണ് ഇയാൾ സ്നേഹിക്കുന്നത്? ഇയാൾ പറയുന്നതിന്റെ പൊരുളെന്താണ്? ഇയാൾക്ക് ഭരണം കൈമാറുമ്പോ ഇന്ത്യ മാംസ കയറ്റുമതിയിൽ 4-ാം സ്ഥാനത്താണ്. 4. ഇപ്പൊ ഇന്ത്യ 1-ാം സ്ഥാനത്താണ്. അപ്പൊ ഇയാൾ നല്ലൊരു കച്ചവടക്കാരനാണെന്ന് ഉറപ്പാണ്. മാത്രല്ല ചെറുകിട കച്ചവടക്കാർക്കൊക്കെ ഇയാൾ പൂച്ചുവിലം കെട്ട് GST അതുപോലെയുള്ളതൊക്കെ. അപ്പൊ നമ്മളെവിടെ ഇറക്കണം അവറാൻ കാക്ക കമ്പ്യൂട്ടറും നെറ്റും വെച്ചിട്ട് ഒരു പോത്തിന് ഇറക്കാൻ പറ്റൂല. കാരണം മൂപ്പർക്ക് കഴിഞ്ഞ ആഴ്ച കൊണ്ടേ പൈസ ആൾക്കാർ മര്യാദ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ മൂപ്പര് GST ഇറക്കലും ഈ കച്ചവടമൊക്കെ പാടെ നടക്കൂല. അപ്പൊ ഇതൊക്കെ പൂട്ടിപ്പോകും. മടുത്തിക്കണ് ജനങ്ങൾ. കച്ചവടം കാര്യങ്ങളൊക്കെ മടുത്തിട്ടുണ്ട്. ചെറുകിട ടീം ഫർണിച്ചർ, ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി എല്ലാം പോയി. പപ്പടം, ചപ്പാത്തി എല്ലാം ഇനിയൊക്കെ ഡൽഹിയിൽ നിന്ന് പാക്കറ്റ് ആയിട്ട് വരും. അതിന് ഒരു ടീമിന്റെ മാത്രം കച്ചവടത്തിന് അംഗീകാരം. അതാണ് ഈ കുത്തക.
എല്ലാം കുത്തകകളെ ഏൽപ്പിച്ച ആ കച്ചവടം അവിടുന്ന്. സാധനം ജനങ്ങൾക്ക് കിട്ടും. ചപ്പാത്തി ആയാലും ഫർണിച്ചർ ആയാലും എന്തായാലും ഒരു ടീമിൽ നിന്ന് വാങ്ങാം. ഇപ്പൊ പഴയ പോലെ ഒന്നല്ലല്ലോ, ബുക്ക് ചെയ്ത സാധനം ദൂരത്തുനിന്ന് വരും. ഇപ്പൊ ഈ ചെറുകിട ഇറച്ചി കമ്പനിയൊക്കെ പൂട്ടിയാലേ ഡൽഹിയിൽ കുറച്ച് കമ്പനി അത് പാക്കറ്റായിട്ട് നമ്മളെ സൂപ്പർ മാർക്കറ്റിലെത്തും, നാട്ടിലെത്തും. ആ ഇറച്ചി കമ്പനിയുടെ പേര് തന്നെ ബഹുരസാണ്. അൽ ബിർ, അൽ ഹലാൽ, അൽ കബീർ. കേട്ടാ തോന്നും മഹല്ല് കമ്മിറ്റിയുടെ ഇറച്ചിപ്പീടിയാണ്. ഇതിലൊക്കെ നരേന്ദ്രമോദിക്ക് വലിയൊരു പങ്കുണ്ട്. ഇയാൾ ഏതാ മനുഷ്യൻ അറിയാം. നാടിന്റെ നന്മയെ ഇയാൾ മുച്ചൂട് നശിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെങ്കോട്ട ഡാൽമിയ കമ്പനിയുടെ കീഴിലാണ്. ഡാൽമിയാരാ? ബാബരി മസ്ജിദ് കേസിലെ പ്രതിയാണ് വിഷ്ണു ഹരി ഡാൽമിയ. അയാൾ നേതൃത്വം നൽകുന്ന ടീമാണ്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ എവിടുന്നാ ഉണ്ടായത്? ഇന്ത്യന്ന് തുടക്കം എങ്ങനെ? നാട്ടുരാജ്യങ്ങളാൽ വിഭജിക്കപ്പെട്ട ഒരു നാട്, ബ്രിട്ടീഷുകാർ നേരത്തെ ചവച്ചു തുപ്പി ചണ്ടിപിണ്ടിയാക്കിയ നാട്, തുച്ഛം ചില ഫോണുകളും തുച്ഛം ചില കാറുകളും രാജാക്കന്മാരെ കയ്യിലുണ്ടായിരുന്ന നാട്. ആ നാട്ടിൽ ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി. അണക്കെട്ടുകൾ, റോഡുകൾ, നാക്കിന്റെ നീളത്തിൽ ടാറിട്ട റോഡ് മാത്രം ഉണ്ടായിരുന്ന നാട് ഇന്ന് ലോകരാഷ്ട്ര ഭൂപടങ്ങൾക്കിടയിൽ ഒരു ദുരിതം വന്നതിന് ശേഷം ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ ഒന്ന് എണീറ്റ് നിന്ന നാടാണ് നമ്മുടെ ഇന്ത്യ. ഇത് കണ്ട് സ്വർഗാക്കിട്ട് കൈ തന്നതൊന്നല്ല, ഇല്ലായ്മയിൽ നിന്ന് ഇങ്ങനെ എത്തിയതാണ്. ആ ഇന്ത്യ നെഹ്റുജി, ഇന്ദിരാഗാന്ധി, പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി, അതുപോലെ മാറി മാറി വന്ന എല്ലാ പ്രധാനമന്ത്രിമാരും അവനാനെ കൊണ്ട് ചെയ്യുന്ന നന്മകളൊക്കെ ചെയ്ത് ഒരു റിലേ ഓട്ടം പോലെ ഓടി 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 മൻമോഹൻ സിംഗിന്റെ കയ്യിൽ ബാറ്റൺ കൊടുത്തു. റിലേ ഓട്ടത്തിൽ അവസാന റൗണ്ടിൽ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന ടീമാ ഫസ്റ്റ്. മൻമോഹൻ സിംഗ് ഒരു കുതിപ്പാണ്, ഭയങ്കര കുതിപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനികളും അമേരിക്കൻ ബാങ്കും ഒക്കെ അടച്ചുപൂട്ടി ബാങ്ക് മാനേജർ എടായിൽ നിന്ന് കോട്ടായിട്ട് വെക്കുമ്പോൾ ഇന്ത്യ ആശ്വാസത്തിൽ നിന്ന നാടാണ്. മൻമോഹൻ സിംഗിന്റെ കരവിരുത് ഭയങ്കര. മൻമോഹൻ സിംഗിന് അങ്ങനെയാണ്. അപ്പൊ നമ്മളെ ഈ പരിപാടികളൊക്കെ നടക്കുമ്പോഴാണ് ചില ആൾക്കാർ ജിലേബി കച്ചവടം ചെയ്യുന്നത്. കാരണം മൂപ്പർക്ക് ഒരു ഐഡിയ ഉണ്ട്, ഈ സമ്മേളനം ഇന്നവരതാണ്. അതിനകത്ത് ഇപ്പൊ രാഹുൽ ഗാന്ധി വരുമ്പോ ഒരു 10 ലോട്ടിട്ട് ജിലേബി ഉണ്ടാക്കിയ പോരാ. രാഹുൽ ഗാന്ധി വരുമ്പോ ചാലശ്ശേരി ആ ഭാഗത്ത് ഒരു ജിലേബിയുടെ സംഭവം ഇവിടെ കൊടുന്ന് വെച്ചാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇതിൽ കൂടി പോകും. ഈ ചെറിയ ചെറിയ പരിപ്പ് ആം ആദ്മി ഇരുന്ന് ഇവിടെ ഉണ്ടാക്കിയ ഒരു മനുഷ്യനും കൊണ്ടാവില്ല. വാങ്ങാതായാലും ആം ആദ്മിന്റെ പരിപാടി കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ ദൂസരാത്മി എന്നാ പറയാ, ആര് കച്ചവടക്കാരൻ. കാരണം അയാൾക്ക് കച്ചവടം ഉണ്ടാവില്ല. അപ്പൊ എത്ര ഇട്ട് വെക്കണം, എത്ര മൈദ എടുക്കണം, എത്ര വെളിച്ചെണ്ണ ഒഴിക്കണം, ഏത് ചട്ടി വെക്കണം എന്നൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് ഈ മൻമോഹൻ സിംഗ്. ഇയാളുമാതിരി വെറുതെ ഇങ്ങനെ ബണായി പറഞ്ഞ് നടക്കല്ല, ഉള്ളത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ ഇന്ത്യയുടെ ബാറ്റൺ വാങ്ങി ഈ റിലേ ഓട്ടത്തിൽ കുതിച്ച് കുതിച്ച് ഓടിയിട്ട് ദൂരെ ഉണ്ടായിരുന്ന ചൈനയുടെ ഏകദേശം അടുത്തെത്തി. ചൈനയ്ക്ക് ഒരു ക്ഷീണം വന്നാൽ ഇന്ത്യ മുന്നിൽ ചാടുകയാണ്. ആ സമയത്താണ് ഈ കുഞ്ഞാപ്പ് നരേന്ദ്രമോദിക്ക് ഈ ബാറ്റനാണ് കൊടുത്തത്. ഇയാളിത് കിട്ടിയൊക്കെ എന്താ ചെയ്തതെന്നറിയോ? ഫിനിഷിംഗ് പോയിന്റിലേക്ക് പായാതെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് അങ്ങനെ തന്നെ തിരിച്ചു പോയി നരേന്ദ്രമോദി. അതോടുകൂടി ആ കളി തന്നെ വാത്തിലായി. ആ കളിയും കഴിഞ്ഞു. ഫസ്റ്റ് കിട്ടിയില്ല എന്ന് പോട്ടെ, ഇന്ത്യ രാജ്യത്തിന്റെ ആ കളി തന്നെ ക്യാൻസലായി, അത് ഫൗളായി. അത്ഭുതപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഇന്ത്യ ഇന്ന് ഈ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. CPM കക്ഷി ഇവിടെ എടുക്കുന്ന നിലപാടെന്താണ്? അവര് പറയുന്നത് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചതുകൊണ്ടാണ് ഈ കാര്യത്തിലായത്. ഞങ്ങളെ ഏൽപ്പിക്കുന്നെങ്കിലോ, നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ബംഗാളുമായി ജയിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഏറ്റല്ലോ 35 കൊല്ലം നിങ്ങൾ ഭരിച്ച സ്ഥലങ്ങളിലൊക്കെ സ്ഥിതി എന്താണ്? എന്താ അവിടുത്തെ തൊഴിലിന്റെ പ്രശ്നം? ഇപ്പൊ നിങ്ങളൊരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട്. ഞാൻ ബഹുരസത്തോടുകൂടി അത്ഭുതപ്പെട്ട് വായിച്ചു. എന്താണത്? കോൺഗ്രസ് ഭരിച്ച കക്ഷിയാണ്, ഒരുപാട് കാലം പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നതാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷയിലാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയാണെങ്കിൽ 2 സീറ്റിൽ നിന്ന് വന്നിട്ട് ഈ അന്ധമായ കോൺഗ്രസ് വിരോധം കൊണ്ട് നിങ്ങൾ വലുതാക്കി വീർപ്പിച്ചുണ്ടാക്കിയ ബലൂണാണ് ഇപ്പോ ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ നിൽക്കുന്നത്. 2 AKG ഇരുന്നിരുന്ന കസേരയിൽ LK അദ്വാനി വന്നപ്പോ ഞങ്ങൾ ഈ പുഴയിൽ സമ്മേളനം നടത്തി. നിങ്ങളോട് പറഞ്ഞു ഫാസിസത്തിനെതിരെ ജനശക്തി, അന്ന് 2 ആളാ.
ബോലോ ഭാരത് മാതാ കി എന്ന് അദ്വാനി വിളിക്കുമ്പോൾ ജയ് വിളിക്കാൻ ഒരു അടൽ ബിഹാരി. ആ രണ്ടാണ്. ഇപ്പൊ ലീഗിന്റെ ആൾക്കാർ രണ്ടാ, കുഞ്ഞാലിക്കുട്ടി ബഷീർ. അത് 3ഓ 4ഓ ആകുമ്പോ അച്യുതാനന്ദന് ഹാലളകും. മഞ്ഞളാംകുഴി അലി മന്ത്രിയായപ്പോ എന്താ പറഞ്ഞത്? ഈ രാജ്യത്ത് ഒരു മുസ്ലിം മന്ത്രി കൂടി വന്നിരിക്കുന്നു. മുസ്ലിം മന്ത്രി, അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല. ഭക്ഷ്യമന്ത്രിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗ്യാനി സെയിൻ സിംഗ് ആരാ? സിഖ് രാഷ്ട്രപതിയല്ല, ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. APJ അബ്ദുൽ കലാം ആരാ? മുസ്ലിം രാഷ്ട്രപതിയല്ല, അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അതാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നതിനെ കുറിച്ച് മോഡിയും യോഗിയും പിണറായിയും ഒരേ ഭാഷയിൽ പറയുന്നത്. എന്താ വർത്താനം? മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിലേക്ക് ഹിന്ദു മണ്ഡലത്തിൽ നിന്ന് ഒളിച്ചോടി. അങ്ങനെ കുറെ മണ്ഡലം ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് അറിയാം. ഹിന്ദു മണ്ഡലം, മുസ്ലിം മണ്ഡലം അങ്ങനെ ഉണ്ടോ? ഏതാണ് ആ മണ്ഡലം? ഇത് തന്നെയാണ് ആന്റണി തിരൂരങ്ങാടി വന്നപ്പോഴും പറഞ്ഞത്. തിരൂരങ്ങാടിയിൽ ആന്റണി വന്നപ്പോ പറഞ്ഞത് ആ ശിഹാബ് തങ്ങൾ ലീഗിന്റെ സീറ്റ് വിറ്റിക്കണ്. എന്നിട്ട് വല്യമാരെ വസ്വാസാക്കാൻ വേണ്ടിട്ട് പത്രക്കാർ വന്നു. അന്ന് ചാനലുകാരെ പറ്റിട്ടില്ല. പത്രക്കാരെന്താ പറഞ്ഞത്? ഇതാ ഇത്രയും കാലം ഈ കോണിക്ക് വോട്ട് ചെയ്തവരാണപ്പോ കൈപ്പത്തിക്ക് പ്രശ്നങ്ങളുണ്ടാക്കി. അന്ന് കുടുംബയോഗത്തിൽ വല്യമാർക്ക് ഞങ്ങൾ പരപ്പനങ്ങാടിയിൽ കടപ്പുറത്ത് ക്ലാസ് എടുത്തു കൊടുക്കിയിരുന്നു. ഇക്കുറി ചിഹ്നം കോണിയല്ലട്ടാ, ഇക്കുറി കൈപ്പത്തിയാണ്. അപ്പൊ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ വന്നിട്ട് ഒരു കടലാസ് എടുത്തിട്ട് പർദ്ദയിട്ട കുടുംബയോഗം കഴിഞ്ഞു വരുന്ന വല്യമ്മാനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, വല്യമ്മ, ഈ ഏണിക്കും കോണിക്കും മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെ ഈ കൈപ്പത്തിക്ക് ചെയ്യാ? എന്താ മോനെ, ഈ കോണിക്കും ഏണിക്കും മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെ കൈപ്പത്തിക്ക് ചെയ്യാൻ? തള്ള നിലത്ത് എഴുതുന്ന ഒരു കൊള്ളിക്കഷ്ണം എടുത്തിട്ട് പറഞ്ഞിട്ട കുട്ടിയെ, ഇതാണ് ചിഹ്നെന്ന് പാണക്കാട്ട കുട്ടികൾ പറഞ്ഞ വോട്ട് ദിമ്മുണ്ടാകും. ചിലക്കാതെ പോടാവിടുന്ന അവനോട് അറിയാം. ആ തള്ളന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് വയനാട്ടിൽ. താമരശ്ശേരി അതിരൂപത വയനാടിന്റെ ഭാഗം. വയനാടൊന്ന് പോകണം. എല്ലാ ജനവിഭാഗങ്ങളും മതവിഭാഗങ്ങളും കൂടിയതാ. പാലക്കാട് ജില്ലയിൽ ഹിന്ദു സമൂഹമാണ് കൂടുതലുള്ള. ഹിന്ദു ജില്ലയാണെന്ന് പറയാൻ പാടുണ്ടോ? മലപ്പുറത്ത് മുസ്ലിം കൂടുതലുണ്ടായ മുസ്ലിം ജില്ല എന്ന് പറയാൻ പാടുണ്ടോ? അതാണല്ലോ ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവനവന്റെ സ്വാധീനം അനുസരിച്ച് ഓരോ സ്ഥലത്തുണ്ടാവും. ഹിന്ദു പൂക്കൾ, മുസ്ലിം പൂക്കൾ എല്ലാം വേണ്ടേ? ചന്ദനപ്പൊട്ട് ധരിച്ച ചന്ദ്രൻ, നിസ്കാരത്തഴമ്പുള്ള നിസാർ അഹമ്മദ്, കുരിശ് ധരിച്ച കുര്യാക്കോസ് എല്ലാം നാട്ടിൽ വേണം. ഓംകാര വിളികൾ, ഓശാന പാട്ടുകൾ, ഓത്തുപള്ളികൾ, അതാണല്ലോ ഇന്ത്യ. അതാണല്ലോ ഇന്ത്യ. അതല്ലേ മഹാത്മജിയുടെ ഇന്ത്യ. അതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന മതേതര ഇന്ത്യ. ആ ഇന്ത്യയിൽ എന്താ രാഹുൽ ഗാന്ധി ഇവിടെ നിന്നാൽ? യോഗി ആദിത്യനാഥ് പറഞ്ഞോട്ടെ, CPM പറയാണ്. ഇതിനങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങളെ തലമുത്തപ്പനായ സഖാവ് AKG ഒരിക്കൽ വെല്ലുവിളിച്ചതാ നെഹ്റുവിനോട്, എന്റെ നാട്ടില് കാസർഗോഡ് മത്സരിക്കാൻ റെഡിയുണ്ടോന്ന്. അത് പേരക്കുട്ടി സ്വീകരിച്ചിട്ടാണ് ഇപ്പൊ നേരെ വയനാട്ടിലോട്ട് വന്നത്. കാരണം വെല്ലിപ്പാക്ക് പറ്റാത്തത് ചില പേരക്കുട്ടികൾ നിർവഹിക്കും. അതാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നത്. അങ്ങനെ കണക്കൂട്ടിയാൽ മതി. പിന്നെ തരക്കേടില്ല. നിങ്ങൾ ജയിക്കണ വയനാടാണെങ്കിൽ ഇത് കൊളാക്കാൻ രാഹുൽ വന്നു അല്ലെ? സാധാരണ അരിവാൾ ചുറ്റിക ജയിക്കുന്ന സ്ഥലമാണെങ്കിൽ ഇതാ കണ്ടില്ലേ, ഞങ്ങളെ സീറ്റിൽ വന്നിട്ട് BJP ആണ് ശത്രു എന്നാണ് ഇവിടെ നിൽക്കണെന്ന്. രാഹുൽ അവിടെ വന്നാലെന്താ? രാഹുൽ അവിടെ വന്ന ആകെ നിങ്ങൾക്കൊരു അലാഖൈറുള്ള നാട് കേരളമുള്ളൂ. മറ്റേത് ബംഗാൾ ത്രിപുര, കേരളം ബംഗാൾ ത്രിപുര അങ്ങനെ എണ്ണിയിരുന്നു. അതിൽ തള്ളറിഞ്ഞ് തേങ്ങ ഉണ്ടെങ്കിൽ ഒരു ഒറ്റി പുട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിൽ പൊടിയില്ല എന്നാണ്. ഇനി അടുപ്പും തൂക്കും. അതേറ്റാണ് നടന്നിരുന്നത്. ത്രിപുര പോയി ഞങ്ങളെ കൊണ്ടാണോ? ഒരു കോൺഗ്രസിനെ ബാക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളൊന്ന് സഹായിക്കാൻ ആ ത്രിപുരയിൽ വന്നിരുന്നില്ലേ? വന്നു കഴിഞ്ഞില്ലേ? അങ്ങോട്ട് വെച്ചിട്ടുള്ള സ്റ്റേജിൽ കുഴപ്പമില്ല, എനിക്ക് വേണ്ട. ആ രാഹുല് വന്നതിൽ എന്താണ് ഇത്ര അലർജി? ഇനി ചാലിശ്ശേരിയിൽ അതാ, കുമ്പുടിയിലും ചിലപ്പോൾ ഞങ്ങൾ വരണമല്ലോ കൊണ്ട്. അതെന്താ? അങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെ വിരോധം ഉണ്ടെങ്കിൽ എന്നാ ഒന്ന് കാണണം. കൊണ്ടേ അച്യുതാനന്ദന്റെ മുറാദ് അനുസരിച്ചല്ല അൻവർ ഇവിടെ നിൽക്കണേ. അച്യുതാനന്ദന് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയല്ല. കൊലയാളിക്കും മുതലാളിക്കും വോട്ടില്ല എന്നാണ് അച്യുതാനന്ദന്റെ സിദ്ധാന്തം. ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ മുന്നിൽ വെക്കുകയാണ്. അതുപോലെ ഒരു ലീഡർ ഉണ്ട് നിങ്ങൾക്ക് പ്രകാശ് കാരാട്ട്, യെച്ചൂരി. എന്താ അവരെ നിലപാട്? യെച്ചൂരി പറയുന്നത് ഇത് ലാസ്റ്റ് ബസ്സാണ്, ഇത് മിസ്സായ ബസ്സില്ലാണ്. അവിടെ പ്രസംഗിക്കുമ്പോ
ഒരു ബസ് കുറ്റിപ്പുറത്ത് പോകുന്നുണ്ടെങ്കിൽ കുറ്റിപ്പുറം വഹിക്കുന്ന വന്നവരായി കാരണം എന്താ, അവർക്കറിയാ ഇവിടെ ഈ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നടന്നു പോകേണ്ടി വരും കുറ്റിപ്പുറത്തേക്ക്. ഇത് ലാസ്റ്റ് ബസ്സാണെന്ന് സീതാറാം യെച്ചൂരി പറയുന്നു. പ്രകാശ് കാരാട്ട് ഇപ്പോഴും പറയുന്നത് ഈ അന്ധമായ കോൺഗ്രസ് വിരോധാണ്. അതിനാണ് കനയ്യകുമാർ കൊടുത്തത്. കനയ്യകുമാർ പറഞ്ഞു, ഈ അങ്കിൾ ഇനിയും ഇത് പറഞ്ഞാണ് ഇന്ത്യയിൽ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇനി അമേരിക്കയിലേക്ക് പോകലാണ് ശരണം, അവിടെ നിൽക്കണ്ട. കാരണം ഇനി ഉണ്ടോ ഇതിന് ചാൻസ്? എല്ലാവർക്കും ഒരു മുറാദുണ്ട്. എന്തെന്നറിയാം, നരേന്ദ്രമോദി ഇറങ്ങണം. മാർക്കറ്റ് നാട്ടുകാർക്കും കച്ചവടക്കാർക്കും ഒക്കെ ഉണ്ട്. BJP അല്ലാത്തവർക്കും ഒക്കെ ആഗ്രഹമുണ്ട് നരേന്ദ്രമോദി ഇറങ്ങണം. പക്ഷെ പല വൈക്ക് അല്ലി ജില്ലയായ പോയി മക്കളെ കഥ ഒരു ഉദാഹരണം. ഒരു ഹോസ്റ്റലിൽ ഭക്ഷണം വിളമ്പുകയാണ്. ഉപ്പുമാവ് കൊടുത്ത് കുട്ടികൾക്ക് നല്ല വയറുവേദന. അപ്പൊ മക്കളെല്ലാം കൂടി പറഞ്ഞു, സാറേ ഇന്നലെ ആ കടി തിന്നതിന്റെ ശേഷം ഞങ്ങൾക്കൊക്കെ വയറ് വീർക്കുന്നു, ഒക്കാനം വരുന്നു, പ്രശ്നമാവുന്നു. പരിശോധനയിൽ തെളിഞ്ഞു ഉപ്പുമാവ് ഒരു പ്രശ്നമാണ്. അപ്പൊ അത് വേണ്ട. അപ്പോ വാർഡൻ പറഞ്ഞു, നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂല, എല്ലാവർക്കും കൂടി പറ്റിയൊരു കടി അങ്ങനെ പറ്റില്ല, അതിന് ഒരുമയോടുകൂടി പറയണം. അപ്പോ ഒരാൾ അറിഞ്ഞു ഞാൻ ദോശന്റെ ആളാണ്. അപ്പോ മറ്റവനെ കുത്തലാടി, ഇത് ദോശ, അതിനേക്കായി നല്ലത് ഇഡ്ഡലിയാണ്. അപ്പൊ മറ്റോ മണിക്ക് ഫ്രൈഡ് റൈസ് ആണ് ഇഷ്ടം. വേറെ എടുത്ത മണിക്ക് ഞാൻ പുട്ടും പപ്പടത്തിന്റെ ആളാണ്, കൗമതിയാണ്. തർക്കായി സാൻ എല്ലാവർക്കും ഓരോ കടലാസ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് കടിയാ വേണ്ടെന്ന് ഈ പെട്ടിയിൽ എഴുതിയിടുക. എഴുതിയിട്ട് എണ്ണി നോക്കുമ്പോ എന്താ പറയാ, 20 ആള് വീണ്ടും ഉപ്പുമാവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. കാരണം അവർക്ക് പള്ളേതനായാലും വേണ്ടില്ല, അതില്ലാതെ പറ്റില്ല. ദുരിതം എന്തുണ്ടായാലും വേണ്ടില്ല, ഈ 20 ആൾക്ക് ഉപ്പുമാവ് തന്നെ. ബാക്കി 50 ആൾക്കാർക്ക് ഉപ്പുമാവ് വേണ്ടെന്ന് ഉറപ്പായി. 20 അത് കിട്ടിയപ്പോ. പക്ഷെ എടുത്തു നോക്കുമ്പോ എന്താ അറിയാ, 16 ആള് ദോശന്റെ ഒപ്പം, 14 ആള് ഇഡ്ഡലിന്റെ ഒപ്പം, കുറച്ചാൾക്കാർ പുട്ടിന്റെ ഒപ്പം, കുറച്ചാൾക്കാർ ഫ്രൈഡ് റൈസിന്റെ ഒപ്പം, കുറെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാനുള്ള സാധനം തന്നാൽ മതി, രാവിലെ അങ്ങനെ ഫുഡ് വേണ്ട, നോട്ട, അങ്ങനെ കുറച്ച് ആൾക്കാർ. ഇതൊക്കെ പാടെ നോക്കുമ്പോ എന്താ പറയാ, 20 ഉപ്പുമാവ് ജയിച്ച്. വീണ്ടും പിറ്റേ ദിവസം സുബൈക്ക് എന്ന് പറഞ്ഞ് ചായക്ക് കടി ഉപ്പുമാവ്. എന്താ കാരണം? ഉപ്പുമാവ് പാസ്സായി. 20 ആളായി ഇവിടെ, എന്നാ 80 ഉണ്ട്. ആദ്യം മാറ്റിച്ചേരെ ചെയ്യേണ്ട പണി എന്താ അറിയാ, BJP-നെ തോൽപ്പിക്കുക. അത് ഉപ്പുമാവാണ്. നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയാം, ഇപ്പൊ ഇവിടെ നിങ്ങൾ അട വട കിട പരിപ്പ് വട കണ്ണൂരൊന്നും പറയാനുള്ള കാര്യമില്ല. നിങ്ങളിപ്പോ ചെയ്യേണ്ടത് നമ്മളൊക്കെ പാടെ കൂടിയിട്ട് ഉപ്പുമാവിനാണ് തോൽപ്പിക്കുക. പിന്നെ എന്ത് കടിയാച്ച വലക്കങ്ങൾ നാളെ പറഞ്ഞോളിയോ, വരണല്ലേ നമുക്ക് വേറെ കടി ഉണ്ടാക്കാം. ഈ തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് ബസ്. ഇത് എന്റെ അഭിപ്രായമല്ല, സീതാറാം യെച്ചൂരി, കനയ്യകുമാർ, CPI, ബർദാൻ, എല്ലാവരും അഭിപ്രായമാണ്. ഇത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന പണി എന്താ? ഏതായാലും ഇപ്പൊ നമുക്ക് നിങ്ങൾ എന്തിനാ നിൽക്കുന്നതില്? ഞങ്ങൾ ഇന്ത്യ പിടിക്കാനാണ്, നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള അംഗീകാരം പോവാതിരിക്കാനാണ് നിങ്ങൾ നോക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ മെയിൻ പരിപാടി ഇതാണ്. എന്തിനാണിത്? ഇപ്പൊ തന്നെ ഇന്ത്യ ഭരിക്കുന്നത് ആരാ? BJP-ക്ക് വലിയ വോട്ട് കിട്ടിച്ച 40% വോട്ടില്ല, 35 ഉള്ളൂ. റൗണ്ടാക്കി പറയാം നമ്മൾ 40. 60 പുറത്തിരിക്കുകയാണ്. എന്താ 60 പുറത്തിരിക്കണം? 60 ആണോ വലുത്, 40 വലുത്? 60 തന്നെ വലുത്. പിന്നെന്താ 60 പുറത്തിരിക്കണ്? അത് 3 20 വേറിട്ടിരിക്കണുണ്ട്. എന്നാ ഈ 3 ആളെ മുറാദ് എന്താ, ഉദ്ദേശ്യം എന്താ? ഈ 40-നെ തോൽപ്പിക്കണം. പക്ഷെ ഒന്നിക്കൂല. ഇപ്പോഴും കണ്ടില്ലേ, പൂന്തുറ സിറാജ് ഇവിടെ മത്സരിക്കുന്നു, മറ്റുള്ളവർ മത്സരിക്കുന്നു. ഇതൊക്കെ പാടെ എരിയറികൾ കൂടിയിട്ട് നമ്മളൊക്കെ പാടെ കൂടിയിട്ട് ഇവരെ തോൽപ്പിക്കും. അതാണ് രാഹുൽ തമിഴ്നാട്ടിലെടുക്കണ്. ഞങ്ങൾക്ക് ആ വികാരം ഉണ്ടല്ലോ. രാഹുൽ അരിവാളിന് വോട്ട് പപ്പു എന്ന് എഴുതി കളിയാക്കിയ ആ മനുഷ്യന്. നിങ്ങളെ ദേശാഭിമാനി ഇട്ട ഓഫീസിന്റെ പുറത്ത് രാഹുൽ ചിരിച്ചിട്ടിങ്ങനെ ഇരിക്കണം പോസ്റ്റർമേൽ. അപ്പൊ നിങ്ങളെ നിലപാടെന്താ ഈ തെരഞ്ഞെടുപ്പിൽ? ഇവിടെ കോൺഗ്രസിനെതിരെ, അവിടെ കോൺഗ്രസിന്റെ ഒപ്പം, മറ്റോടത്ത് എന്താ രണ്ടിനെയും നടുവിൽ. ചിലയിടത്ത് എല്ലാവരും എതിർത്തിട്ട്, ചിലയിടത്ത് ആരൊപ്പം ഇല്ല, ചിലയിടത്ത് ഒറ്റക്ക്. നമ്മൾ ഈ വാച്ച് നേരാക്കണ കടമാരിയാ. വാച്ച് നേരാക്കണ കടയിൽ ഒരുപാട് ക്ലോക്ക് ഉണ്ടാവില്ല, കൃത്യ ടൈം ഉണ്ടാവില്ല. 1:15, ചിലയിൽ 12:45, ചിലയിൽ 3 സൂചിയും കൂടി 6 തൂങ്ങിയിട്ട്, ചിലയിൽ 8 സൂചി ഉണ്ടാവില്ല. ആ കച്ചവടക്കാരോട് ചോദിക്കാൻ പറ്റുമോ എനിക്ക് എത്ര വാർത്തയെന്ന്? അത് അവന്റെ ഒരു കച്ചവടമാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ റോൾ എന്താണ്? നിങ്ങൾ എടുക്കുന്ന റോൾ എന്താണ്? അപ്പൊ എന്താ, രാഹുൽജി വരട്ടെ, നരേന്ദ്രമോദി വരെ ഭായിയോ ബഹനോ എന്നൊക്കെ പറഞ്ഞ ആളുകളെ കാടുകളൊക്കെ പോകുമ്പോ ഒരു മനുഷ്യ ഇപ്പുറത്ത് അതേപോലെ ഒരു സ്റ്റാർ വേണ്ടേ? ആരെടുക്കും?
ആരെടുക്കും? രാഹുലിന് വലിയ പൂതി ഉണ്ടായിട്ടാ? രാഹുലിനും പ്രിയങ്കക്കൊന്നും ഞമ്മക്കുള്ളമായിട്ട് പൂതിയൊന്നല്ല. ആ രണ്ട് മക്കളും പിതാവ് ഇതുപോലെ ആൾക്കൂട്ടത്തിലേക്ക് ഒരു തവണ ഇറങ്ങിയപ്പോഴാണ് പൂമാലയ്ക്ക് വേണ്ടി തല നീട്ടിക്കൊടുത്ത കാരണത്താൽ ചോര പൂക്കളം തീർത്ത് ശ്രീ പെരുമ്പത്തൂരിന്റെ മണ്ണിൽ മരിച്ച് ചിന്നഭിന്നായത്. എന്റെ വെടിമരുന്നിൽ പരിക്കേറ്റിയാല് എന്റെ അമ്മ പറയും, മോനെ പൂരസ്ഥലത്തേക്ക് പോണ്ടട്ടാ, പാപ്പ മരിച്ചത് അങ്ങനെ എന്നോട് പറയും. ആക്സിഡന്റിലാണ് എന്റെ അപ്പ മരിച്ചതെങ്കിൽ ഞാൻ വണ്ടി എടുക്കുമ്പോ എന്നാ പറയും, എന്റെ അമ്മ പറയും, അമ്മയുടെ കുട്ടി ആ പണിയല്ലാത്ത ഏത് പണി എടുത്തോളി, മോനെ ഷിപ്പില് ജോലി കൊടുക്ക, കപ്പലില്. അമ്മ പറയാണ്, അമ്മയുടെ കുട്ടി ഒരിക്കലും ഷിപ്പിൽ ആപ്ലിക്കേഷൻ കൊടുക്കണ്ട, കാരണം നിന്റെ അച്ഛൻ നഷ്ടപ്പെട്ടത് കടലിൽ കപ്പൽ മുങ്ങിയിട്ടാണ്. അതുകൊണ്ട് എന്റെ കുട്ടി എന്താ ചെയ്യേണ്ടത്? കരയിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് എടുത്തോന്നാ പറയാ. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ പൊന്നു മക്കൾക്ക് പിതാവ് നഷ്ടപ്പെട്ടത്. വിധവയായ സോണിയ പറയേണ്ടത് എന്താ? സോണിയാഗാന്ധി, മക്കളെ നിങ്ങളെ അച്ഛൻ പോയത് ഇതുപോലെ രാഷ്ട്രീയത്തേക്ക് ആൾക്കൂട്ടത്തേക്ക് ഇറങ്ങിയപ്പോഴാണ്. അതുകൊണ്ട് എന്റെ കുട്ടികള് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണ്ട എന്നല്ലേ സോണിയ പറയേണ്ടത്. പകരം ആ സഹോദരി പറയുന്ന എന്താ? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനും നാട് കാക്കാനുമാണ്. അതിനാണ് ആ രണ്ട് മക്കളും കൂടി ഇങ്ങനെ ഒപ്പം നടക്കുന്നത്. ഒരച്ഛൻ മാത്രല്ല, അവരെ അമ്മൂമ്മ, മുത്തശ്ശി, ഈ ലോകം കണ്ട ഉരുക്കു വനിത, നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദിരാജി എങ്ങനെ മരിക്കുന്നത്? വെടിയുണ്ട ഏൽക്കാത്ത ജാക്കറ്റ് ധരിച്ചായിരുന്നു നടത്തം. വെടിവെച്ചാൽ ഏൽക്കാത്ത ജാക്കറ്റ്, എന്നാൽ ആ ജാക്കറ്റ് ധരിക്കാത്ത തഞ്ചം നോക്കി ആരെങ്കിലും വെടിവെക്കുന്നുണ്ടോ നോക്കാൻ നിർത്തി അംഗരക്ഷകരെ കൊണ്ട് തന്നെ വഞ്ചനയുടെ കാഞ്ചി വലിച്ച് അംഗരക്ഷകരാൽ മരണപ്പെട്ട ഒരു ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടികളാണ് ഈ രണ്ട് മക്കൾ. ജീവൻ പണം വെച്ച മക്കൾ വരികയാണ്. അപ്പൊ അവര് പിന്നെ വയനാട്ടിലേക്ക് എന്തിനാ വന്നത്? വയനാട് ഇന്ത്യയിലല്ലേ? ചുരം കയറുമ്പോണ്ട് പിണറായിയും കോടിയേരിയും വലിയ ബോർഡ്. നിങ്ങൾ കണ്ടോ? ഒന്ന് പോയി നോക്കണം. ഞാൻ കണ്ടു. ഇത് കേരളമാണ്. അതല്ല നിങ്ങൾ എഴുതേണ്ടത്, ഇത് ഇന്ത്യയിലാന്നാ എഴുതേണ്ടത്. ഇത് ഇന്ത്യയിലേക്കുള്ള തെരഞ്ഞെടുപ്പാ. ഇത് കേരളമാണെന്നാ. ചുരം കയറുമ്പോ എന്താ അതിന്റെ അർത്ഥം? നിങ്ങളുള്ളടത്ത് കാര്യം വരരുതെന്നാ. പാർട്ടി മണ്ഡലാണത്. പാർട്ടി ഗ്രാമത്തിൽ CPIക്ക് രക്ഷയില്ല, മറ്റുള്ളവർക്ക് രക്ഷയില്ല. അപ്പൊ രാഹുൽ വന്നപ്പോ എന്താ അറിയോ? കോൺഗ്രസിന് കുറച്ചൊരു സ്വാധീനം കൂടും. ആൾക്കാരെ ഇളകി നരേന്ദ്രമോദിയെ വെറുത്തു. എങ്ങനെങ്കിലും ഈ ഭരണം അവസാനിച്ച് കിട്ടിയാൽ മതി. ആ രണ്ട് മക്കളുണ്ട് വന്നപ്പോ ജനങ്ങളെ ഇളകി. വയനാട് നിറഞ്ഞു കവിഞ്ഞു. നിങ്ങൾ പഠിക്കണം. അതേ അവസ്ഥ ചാലിശ്ശേരിയിലും വരാൻ പോകുക. അതിങ്ങനെ വരുന്നുണ്ടെന്ന് കേട്ടപ്പോ നിങ്ങൾക്ക് എന്താ അത്ര അസൂയ? അതിന്റെ തെളിവാണ് രാഹുൽ ഗാന്ധി വന്നെന്ന് എല്ലാ പത്രങ്ങളും അതിനെ വലുതാക്കിയത്. എന്നാ ഇവർക്ക് വേണ്ടി അരിവാളിന് ഈ തമിഴ്നാട്ടിൽ വോട്ട് ചെയ്യിക്കണ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ പൊന്നു മോന് വേണ്ടിയിട്ട് ആ രാഹുലിനൊന്ന് വലുതാക്കിയിട്ട് ആ പേപ്പർ കൊണ്ടുപോയിട്ട് തമിഴ്നാട്ടിൽ കൊണ്ടിട്ട ചെങ്ങായിമാരെ അരിവാളിന് 2 വോട്ട് അധികം കിട്ടൂലേ? നിങ്ങൾ ചെയ്ത പണി എന്താ? ദേശാഭിമാനി അത് ചെറുതാക്കി കൊടുത്തു. പിന്നെ വലിയ യാത്രയിൽ ഏതാ അറിയോ? ജയരാജന്റെ റോഡ് ഷോ. വടകരയിൽ ജയരാജന്റെ റോഡ് ഷോ, ഭയങ്കര പരിപാടി. എന്നിട്ട് എഴുതിയിരിക്കുക, ജനബാഹുല്യം കൊണ്ട് വീർപ്പ് മുട്ടി. ഇവിടെ വടകരയിൽ പോരാത്തതിനോ കൈക്കുഞ്ഞുങ്ങളുമായി സഹോദരിമാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോ പോളിയോ എടുക്കണ ദിവസമായിട്ട് പോയിട്ടുണ്ടാവും, അല്ലാതെ പോകാൻ സാധ്യതയില്ല. അത്ഭുതപ്പെട്ടു പോവുക. ഏതാത് പാർട്ടി? നിലപാടെന്താ ഈ തെരഞ്ഞെടുപ്പിന്? നിങ്ങൾ പറയണ്ടല്ലോ, അമേത്തിയിലെ മോശപ്പെട്ട വീടിന്റെ ചിത്രം വയനാട്ടിലേക്ക് മെസ്സേജ് ചെയ്യുന്നത് സഖാക്കളാണ്. ആരോടോ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ശത്രു? മോഡിയോ അതോ രാഹുലോ? കോൺഗ്രസോ അതോ BJPയോ? ഏത് നിലപാടാണ്? കോൺഗ്രസിനെ എതിർക്കണ ഉശിരൊന്നും BJPനെ എതിർക്കണ കാര്യത്തിൽ നിങ്ങൾക്കില്ല. ഞാൻ സ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കണമെന്ന് തുടങ്ങിയതാണ് കോൺഗ്രസുമായുള്ള നീക്കുപോക്ക് ചർച്ച. ഇതുവരെ തീരുമാനമായിട്ടില്ല. ബ്രാഞ്ച്, ലോക്കൽ, ജില്ല, സ്റ്റേറ്റ്, അവൈലബിൾ PB, പാർട്ടി കോൺഗ്രസ്, കേന്ദ്ര കമ്മിറ്റി, ഇതുവരെ തീരുമാനമായിട്ടില്ല. നേരെ മറിച്ച് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് പശ്ചിമ ബംഗാളില് മമതനെ തോൽപ്പിക്കാൻ BJPനേറ്റ് സഖ്യം. അതിന് ബ്രാഞ്ചില്ല, ലോക്കലില്ല, ചർച്ചയില്ല, അവൈലബിൾ PB ഇല്ല, കേന്ദ്ര കമ്മിറ്റി ഇല്ല. അത് ഏതുമാതിരി അറിയാം? നമ്മുടെ നാട്ടിൽ നിക്കാഹിന് ഒരുപാട് പണിയുണ്ടല്ലോ. നിക്കാഹിന് ചെക്കൻ പോയി പെണ്ണിനെ കാണണം, പെണ്ണിന് പറ്റണം.
രണ്ട് രക്ഷിതാക്കളും കൂടിയിരിക്കണം, കൊള്ളക്കൊടുക്കളൊക്കെ സംസാരിക്കണം, പെണ്ണിനെ പഠിക്കാൻ പറഞ്ഞേക്കും ചോദിക്കണം, ചെക്കൻ ദുബായിക്ക് കൊണ്ടുപോകുന്നൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം മഹലിൽ കൂടിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു തീരുമാനം നിശ്ചയം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിക്കാഹ് ഉറപ്പിക്കാൻ മഹർ ചെക്കന്റെ വാപ്പ, പെണ്ണിന്റെ വാപ്പ ജ്വല്ലറി പോയി സ്വർണം, രണ്ടുകൂട്ടർക്കും ഡ്രസ്സ്, രണ്ടുകൂടത്ത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യല്, രണ്ട് കുടുംബത്തിലും കത്തടിച്ചിട്ട് നാട്ടുകാരോട് പറച്ചില്, പണ്ടാരിനെ ഏൽപ്പിക്കല്. ഞാൻ പറഞ്ഞില്ലേ എന്തെല്ലാം പണിയുണ്ടെന്ന്. എന്നാ ചാടിപ്പോക്കിന് ഇതൊന്നുമില്ലല്ലോ. അല്ല, ചാടിപ്പോക്ക് സേച്ചിട്ടാണ് പോകുക. ഇനി നിക്കാവും ഇല്ല, ബ്രോയിലറും ഇല്ല, ലഗോണും ഇല്ല, നെയ്ച്ചോറും ഇല്ല, ബിരിയാണി ഇല്ല. മാറ്റിച്ചേരെ നിങ്ങൾ ബംഗാളിൽ BJPയുടെ കൂടെ ചാടിപ്പോയിരിക്കുന്നു എന്ന് പറയാം. അതിന് ചർച്ചയില്ല. നിങ്ങൾ നോക്കാണ്, ആണവ കരാറിന്റെ കാര്യം പറഞ്ഞാൽ കോൺഗ്രസിന് പിന്തുണ പിൻവലിച്ചത് ഭരണം തീരാൻ ഒരു കൊല്ലം കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. സോമനാഥ് ചാറ്റർജി പറഞ്ഞു ഇന്നതിന് കിട്ടൂലട്ടാ. അതെന്താ കാര്യം? ഈ BJP ഇതങ്ങനെ നിൽക്കുക. 2 സീറ്റ് 86, 136 ഒറ്റക്കക്ഷി. അവരധികാരത്തിൽ വന്നാൽ ഇതാ ആൾക്കൂട്ട കൊലപാതകം, CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ യെച്ചൂരിക്ക് അടി, ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഞാൻ FC-ന്റെ തടീച്ചിൽ നടന്നാൽ പോരെ, നമ്മളെല്ലാരും കൂടി ഒന്നായി നിൽക്കണം എന്ന് സീതാറാം യെച്ചൂരി പറയുന്ന നേരത്ത് സോമനാഥ് ചാറ്റർജി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല, സോമനാഥ് ചാറ്റർജി തെറ്റി. സോമനാഥ് ചാറ്റർജിയൊക്കെ പിണറായിനെക്കായും കാരിരുമ്പിന്റെ കരുത്തും കാന്താരി മുളകിന്റെ എരിവും കരിമരുന്നിന്റെ സ്ഫോടന ശക്തിയുള്ള സഖാവായിരുന്നു. ആ സഖാവ് നിങ്ങളെ പാർട്ടിയോട് അസ്സലാമു അലൈക്കും പറയേണ്ടത് എന്താ കാര്യം? എന്തുകൊണ്ടാണ് ഈ അന്ധമായ കോൺഗ്രസ് വിരോധം ഇനി പറയണ്ടേ? അങ്ങനെ പറഞ്ഞ നമ്മളെ കാര്യം തന്നെ അവതാരത്തിലാന്ന് മൂപ്പരെന്ന് പറഞ്ഞപ്പോ കേട്ടില്ല. ഇപ്പൊ ത്രിപുരയില് പ്രതിമ അടക്കം തകർത്തു. അതാണോ ആണവ കരാർ പറഞ്ഞ് കോൺഗ്രസിന് പിന്തുണ പിൻവലിച്ചു. എന്നാ പിന്നെ മോഡി വന്നപ്പോ ആണവ കരാർ എന്തേ കാട്ടിയേ? മൻമോഹൻ സിംഗ് ഒപ്പിടുമ്പോ മൻമോഹൻ സിംഗ് വെച്ച ഡിമാൻഡ് എന്താ അറിയോ? കരാറിലെ ഒപ്പിടാം, പക്ഷെ ഇതുവഴി വരുന്ന ഒരു ഷെറും ഇന്ത്യ ഏൽക്കൂല, അമേരിക്ക ഏൽക്കണം. ഇത് പറയുമ്പോ ഒബാമ അമേരിക്കയിലാണ്, മൻമോഹൻ സിംഗ് ഇവിടെ ഇരുന്നിട്ട് ഒപ്പിടാണ്. മൂപ്പരെ ഉടലോടുകൂടി ഇത് കൊണ്ടുവരാതെ ഇന്ത്യക്ക് കടത്തില്ല. എന്നാ നരേന്ദ്രമോദി ഉടലോടുകൂടി ഒബാമനോട് കൊടുന്ന് ആ തടിയോടുകൂടി 2 മുതലുകൊണ്ട് ഇരുന്ന് രണ്ടുകൂട്ടരും കരാറിൽ ഒപ്പിട്ടു. ആ കരാർ എന്താ അറിയാം? ഈ കരാർ വഴിയായി എന്ത് ഷെറ് വന്നാലും, എന്ത് വെറുറത്ത് വന്നാലും, എന്ത് അപകടം വന്നാലും ഇന്ത്യ ഏറ്റോളാന്നുള്ള കരാറാണ് ഇപ്പൊ ഇയാൾ ഒപ്പിട്ടിട്ടുണ്ട്. ഏത് കരാറാ ഇന്ത്യക്ക് കടുപ്പം? മൻമോഹൻ സിംഗിന്റേതോ മോഡിയുടേതോ? മോഡിയുടേത്. നിങ്ങൾ ബോർഡ് വെച്ചത് ആർക്കെതിരെ കൂടുതൽ? മൻമോഹൻ സിംഗിനെതിരെ. ആണവ കരാർ അറബിക്കടലിൽ, ആണവ കരാർ അറബിക്കടലിൽ. കാസർഗോഡ് നിന്ന് വരുമ്പോ CPM, ആണവ കരാർ അറബിക്കടൽ. ഞാൻ ഉറങ്ങുന്ന ഇടയ്ക്ക് കണ്ണീഴ്ച നോക്കുമ്പോഴൊക്കെ കാണുന്ന ബോർഡ് ആണവ കരാർ അറബിക്കടലിൽ, ആണവ കരാർ അറബിക്കടലിൽ, DYFI. എന്നാ ഇപ്പോഴാണ് ആ ബോർഡ് വെക്കേണ്ടത്. ആ ബോർഡ് ഉണ്ടോ എന്ന് ഇതേപോലെ ഞാൻ കണ്ണു മീച്ചു നോക്കി ഇടയ്ക്കൊക്കെ കാസർഗോഡ് നിന്ന് വരുമ്പോ ആ ബോർഡ് വെച്ചുകൊടുത്തൊക്കെ ഇപ്പോ കുഴിമന്തി ഇവിടെ കിട്ടുന്നുള്ള ബോർഡ്. അപ്പോ എന്ത് പറ്റിപ്പോയി? ഏതാ ഇത് പാർട്ടി? നിങ്ങളെ നിലപാടെന്താ ഈ തെരഞ്ഞെടുപ്പിൽ? സുബൈർ സൂചിപ്പിച്ച പോലെ ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നിസ്സാരമായി കാണുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഇന്നസെന്റ് സ്ഥാനാർത്ഥിയായത്. ഇന്നസെന്റ് പറഞ്ഞ് പാർലമെന്റിൽ ഒരു പണിയില്ല, വെറുതെ പോയിരിക്കുകയാണ്. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങളെ നേതാക്കന്മാർ പ്രസംഗിക്കാൻ നടക്കുകയാണ്. നിങ്ങൾ ഈട്ടിയുടെ കുടിക്കടം പകർത്തുണ്ടല്ലോ. ഈട്ടി ചെലവഴിച്ച ഫണ്ട് എത്ര? അൻവർ നിയമസഭയിൽ പോയത് എത്ര? ആകെ 6 തവണ അൻവർ എണീറ്റുള്ളത്. അതിൽ 4 തവണ തുണി കഴിഞ്ഞപ്പോ എണീറ്റതാ. 2 തവണ ചോദ്യം ചോദിച്ചത് മുഴുവൻ അബദ്ധത്തില. ഇപ്പൊ അൻവർ പറഞ്ഞെന്താ? 15,000 മീൻ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകത്ര. അപ്പൊ ഈ മീൻകുട്ടികളൊപ്പം ഇങ്ങനെ പോവാണ് അടികൂടി ഒന്ന്. ഈ പോയത്തക്കാരൻ പിന്നെ പറഞ്ഞത് ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി എങ്ങനെ ഇവിടെ ഉരുണ്ടുകൂടുന്ന കാർമേഘം കയറിട്ട് വലിക്കുക ജപ്പാനിൽ. ഞാൻ ആലോചിച്ചാണ് എവിടുന്ന് കിട്ടി മുതലിനെ? സഖാവ് കൂട്ടായി ബഷീർ ഉണ്ടായിരുന്നില്ലേ, സഖാവ് വാസുദേവൻ ഉണ്ടായിരുന്നില്ലേ, സഖാവ് ജയൻ ഉണ്ടല്ലോ, ജയൻ താനൂരിൽ. ജയൻ അത് അൻവറിനേറ്റ് കുണ്ടൂർ അബ്ദുൽ ഖാദർ വലിയ കബറിന്റെ അടുത്ത് പോയിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ത് പറ്റി നിങ്ങൾക്ക്? ഇതിങ്ങനെ നശിപ്പിച്ച് ഇല്ലാതാക്കി 49 സീറ്റ് എത്തിയില്ലേ? നിങ്ങൾക്ക് എന്നാ നേരം വെളുക്കുക? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇപ്പോ ഷവർമ്മയുടെ കമ്മിറ്റിയാണ്. ഈ വേവും ചൂടും കൊള്ളലും ബാക്കി. പിന്നെ എന്തെങ്കിലും ഈ ചെറുനാരങ്ങം വന്ന് വെച്ചിട്ട് കുളിരല്ലാതെ ഒരു നനവും സാധുവിനില്ല. ആരാ നിങ്ങളെ സ്ഥാനാർത്ഥി? ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കേട്ട ഏറ്റവും കൂടുതൽ പാട്ട് CPM-ന്റേതാണ്. എന്റെ വടക്കോർത്ത് അന്യ യോഗം ഉണ്ടാവും. കൊടക്കൽ ലോട്ട് കമ്പനിയത്ത് ജാഥ.
തൊഴിലാളി ഐക്യം ജിന്ദാബാദ്, തൊഴിലാളി ഐക്യം ജിന്ദാബാദ്. ഇപ്പൊ മുതലാളി ഐക്യം ജിന്ദാബാദ്, മുതലാളി ഐക്യം ജിന്ദാബാദ്. ഈ മനുഷ്യരെങ്ങനെ പാർലമെന്റിൽ പോവുക? പിന്നെ ഞാനൊരു കുടുംബയോഗത്തിന് എത്തിയിട്ടില്ല. എന്താ കാരണം? ആ തടയണ നീക്കാൻ വേണ്ടി കൈക്കോട്ടെടുത്ത് പറഞ്ഞതാണ്. ഒരു മനുഷ്യൻ എന്തൊക്കെ കാട്ടാൻ, എന്തെല്ലാം വിധികൾ വരുന്നത്. ഇയാൾ പരിസ്ഥിതി കമ്മിറ്റിയിലെ അംഗാണ് സഖാക്കളെ, പരിസ്ഥിതി കമ്മിറ്റിയിലെ അംഗാണ് പരിസ്ഥിതി കയ്യേറുന്നത്. കോഴിക്കോട് കാക്കാൻ ഇത്ര നല്ല കുറുക്കഞ്ഞ് വേറെണ്ടങ്ങളെ പാർട്ടി. സഖാവ് കുഞ്ഞാലിയുടെ നാട് നിലമ്പൂർ കരുളായി, അവിടുത്തെ CPM ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ഈ മനുഷ്യനെ CPM-ൽ നിർത്തി അപകടം ചെയ്യുന്ന പാർട്ടിക്ക് സമ്മേളനം ചേർന്നിട്ട് റിപ്പോർട്ടിംഗ് നൽകിയ ഒരു മുതലാണ് അൻവർ. അൻവറിന് അവിടെ കൊടുത്തിരിക്കുന്നു. ET 10 ആളെ കൊന്ന കേസിൽ പ്രതിയാണോ അൻവർ? കൊലപാതക കേസിലില്ലേ? ജയരാജൻ അങ്ങനെ സ്ഥാനാർത്ഥിയായത്? ജയരാജൻ നോമിനേഷൻ കൊടുത്തു, കലക്ടർ അത് വാങ്ങി. വല്ല കേസുമുണ്ടോ എന്നുള്ള കോളത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. കലക്ടർ ചോദിച്ചു, ഇതെന്താ പൂരിപ്പിക്കാത്തത്? ഐ കൊള്ളണ്ടേ, ഒക്കെപ്പാടെ എഴുതണ്ടേ? കുറച്ചാണോ? ചുക്കൂർ, ഷുഐബ്, TP എണ്ണണേ. ഇയാളെ പ്രായത്ര ദാ തിരുമേനി അടക്കമുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ മരിക്കുന്ന കുട്ടികളെ പ്രായത്ര? ശരത് ലാൽ, കൃപേഷ്, ഷുക്കൂർ, ഷുഐബ് ഇവരൊക്കെ പ്രായത്ര? 19. ഈ മക്കള് ഷുക്കൂറും ഷുഐബും ശരത്തും കൃപേഷും പുതിയാപ്പിള പോകുമ്പോ നിശ്ചയത്തിന് പോകാൻ പറ്റിയ പ്രായമാണ് ജയരാജന്റെ പ്രായം. അയാളാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. പാർട്ടി എങ്ങോട്ടാ പോകുന്നത്? ആർക്ക് വേണ്ടി? എന്താ അരിവാൾ ചുറ്റിക നക്ഷത്രം ഉണ്ടോ? ഏതാ ഈ ചിഹ്നം? തൊഴിലാളികളുമായി CPM-ന്റെ ബന്ധം കട്ട് ചെയ്യാൻ മുതലാളിയായ അൻവറിന് പുതിയ അവതാരമാക്കിയ ഈ അടവ് നയണ്ടല്ലോ പിണറായിയുടെ, അതിന്റെ പരിപ്പെടുത്ത് വറുത്ത് പൊരിച്ച് കരിച്ച് കയ്യിൽ കൊടുക്കണം സഖാക്കളെ. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ പാർട്ടി നിലക്കണമെങ്കിൽ ആണത്തോടു കൂടി ചുറ്റികരിവാൾ നക്ഷത്രത്തിൽ വന്നൊരു സ്ഥാനാർത്ഥി നിൽക്കട്ടെ. എന്നാ ഇവൻ പറയുന്നത് എന്താ പറയുന്നത്? എന്താ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ഉദ്ദേശം? അൻവർ പറയും, ഞാൻ രാഹുലിന്റെ കരങ്ങൾക്ക് ശക്തി നൽകാൻ. ആഹാ, രാഹുലിന്റെ കരങ്ങൾക്ക് ശക്തി നൽകാൻ എന്ന് പറഞ്ഞപ്പോ ഈ സാധു ഉറങ്ങണ ഉറക്കത്തിൽ വിചാരിച്ചില്ല വയനാട്ടിലേക്ക് രാഹുൽ വരുന്ന്. ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയാം? നിലമ്പൂര് വയനാട്ടിലാ. അൻവർ അവിടുത്തെ MLA ആണ്. അൻവർ ഇനി LP സ്കൂളിൽ പോയിട്ട് വോട്ട് ചെയ്യാൻ പെട്ടിമക്കുണ്ട് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേരും കൈപ്പത്തി. എങ്ങനെ കരങ്ങൾക്ക് ശക്തി നൽകാതിരിക്കുക? നേരെ കുത്തും കൈപ്പത്തിക്കാൻ വരും. കരങ്ങൾക്ക് ശക്തി നൽകുകയാണെങ്കിൽ അങ്ങനെയാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? CPI-ക്കാരെ സുനീറിനെ അവിടെ തോൽപ്പിക്കുക അൻവർ. അതിനെന്താ വേണ്ട അറിയാം? സുനീറിന് വോട്ട് ചങ്ങരംകുളത്താണ് പൊന്നാനിത്. ഓൻ ചൊര ഇറങ്ങി ഇങ്ങോട്ട് വരിക, എന്നിട്ട് ഇവിടെ അൻവറിനെയും തോൽപ്പിക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ് നാട് എന്നായി. എളുപ്പമുണ്ട് പരിപാടി. ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാട് തന്നെയാണ്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ ആരെ പറഞ്ഞു ഞാൻ രാഹുലിന്റെ കരങ്ങൾക്കൊന്നും ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു തന്നെ ഇഷാറത്തില്ലാത്തൊരു ചെങ്ങായി പാർലമെന്റിക്ക് പോയ എന്തേക്കാര സ്ഥിതി? എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് മാർച്ചിട്ടേരോ ഓനെ ജയിപ്പിക്കരുത്. കാരണം എന്താ അറിയോ? ഓൻ ചിലപ്പം ഡൽഹി പോയാൽ അവിടെയും ചിലപ്പം വല്ല 10 സെന്റ് കയ്യേറാൻ നോക്കും. നിങ്ങളെ പാർട്ടിയിൽ ഇപ്പൊ ഇതൊരു ചർച്ചയായി മാറിയിരിക്കണം. കോടതി വിധിയാണ്. അപ്പോത്തിന് ആ ഇടയിൽ കൂടി അമ്മോസന്റെ പേരിലാണ് എഴുതി ചേർത്ത് ആദിവാസികളെ കുടിവെള്ളം മുട്ടിക്കുന്നു. നിങ്ങൾ തൃത്താലയിൽ വന്നിട്ട് കുടിവെള്ളം പറഞ്ഞ എങ്ങനെ വോട്ടിക്ക്? ആദിവാസികളെ കുടിവെള്ളം മുട്ടിച്ച പ്രമാണിയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. കോടതിയിൽ നിന്നാ വിധി വരുന്നത്. പാർട്ടി എവിടെയാ പോകുന്നത്? പാർട്ടിയുടെ നിലപാടെന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ? ഒരു തത്വദീക്ഷയില്ല, ഒരു നന്മയെ കുറിച്ചുള്ള വർത്താനമില്ല. BJP മോഡി വന്നപ്പോഴുള്ള അലർജി ഒന്നുമില്ല. എന്നാ രാഹുല് അവിടെ പോയി പ്രസംഗിക്കുന്നു. നിങ്ങൾ ആ കൈപ്പത്തിൻ രാഹുലിന്റെ ചിത്രമുള്ള ബാഡ്ജ് വൃന്ദാക്കാരാട്ട് നെഞ്ഞത്ത് കുത്തിയിട്ട് ഉസറും കൊള്ളില്ലാതെ രാഹുൽ ഗാന്ധിക്കെതിരെ വോട്ട് ചെയ്യിക്കാൻ സഖാക്കളെ എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? ആകെ സീറ്റ് എത്ര? ആകെ ജയിക്കേണ്ടത് എത്ര? നിങ്ങൾ എത്ര സീറ്റിൽ മത്സരിക്കുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? പഠിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ അന്ധമായ കോൺഗ്രസ് വിരോധത്തിന്റെ നാളുകൾ കഴിഞ്ഞില്ലേ? ഇനി ഇതുമായി പോയിട്ട് എന്താ കാര്യം? അതുകൊണ്ടാ അച്യുതാനന്ദൻ അൻവറിന് വോട്ട് ചെയ്യിക്കാത്തത്. വോട്ട് ചെയ്യിക്കൂല. അപ്പതാ മലപ്പുറത്ത് നിന്ന് മൂപ്പര് അത് കഴിഞ്ഞിട്ട് മൂപ്പര് അടുത്ത ഓഫീസിൽ കൊടുന്ന് ഇരുത്തി. ആരും ചോദിച്ചത്ര പൊന്നാനി പോണില്ലേ? അച്യുതാനന്ദരോ എന്ന് ഇരുത്തം.
പിന്നെ പത്രക്കാർക്ക് ഒരു സംശയം, എന്താ പൊന്നാനിക്ക് മൂപ്പര് പോവില്ലേ ചോദിച്ചാ എന്താ മൂപ്പര് ഇങ്ങനെ വിചാരി ഇരുത്ത്, നമ്മളെ ഈ MIT മൂസല് പാത്തുവിന്റെ അടുത്ത് റിസ്വാൻ ഇരിക്കണേ അതേമാതിരി ഇരുത്താം. എന്താ കാര്യം? ഇങ്ങോട്ട് വന്ന് വോട്ട് ചെയ്യിക്കാൻ പറ്റില്ല, പാർട്ടിയുടെ പോക്ക് അങ്ങോട്ടാണ്, നമ്മൾ പഠിക്കണം. ഇനി പാദസാം നിജയം വാർന്നൊലിഞ്ഞിടവു സേതു ബന്ധന ഉദ്യോഗമെന്തടോ, വെള്ളം മുഴുവൻ വാർന്നു പോയ ശേഷം പിന്നെ ചിറകെട്ടാൻ ശ്രമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. വോട്ടിന്റെ അന്നാണ് എല്ലാം മറക്കേണ്ടത്. ഇനിയിപ്പോ ചിലർ പറഞ്ഞെന്താന്നറിയാം, നമ്മൾ ജയിച്ചതിന്റെ ശേഷം കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ കൊടുത്തോളാം. അതിനെ ഇപ്പൊ അൻവറും പറയണം, എന്ത് രാഹുലിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്, എന്ത് രാഹുലിന്റെ കരങ്ങൾക്ക് ശക്തിയില്ല. രാഹുലിന്റെ കരങ്ങൾക്ക് ശക്തി ആയിരുന്ന ഈട്ടിക്കാണ്ട് കൊടുത്താൽ പോരാ, ഈട്ടി നേരിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എന്തിനാ തരുന്നത്? പണ്ടൊരു മുതലാളിയുടെ അടുത്ത് സക്കാത്തിൽ വന്നപ്പോ മൂപ്പര് പറഞ്ഞു, വന്ന മിസ്കീനോട് ഇപ്പോഴാ വരവ് നേരത്തെ വരണ്ടേ. ഓൻ പറഞ്ഞു, ഞാൻ നാള് വന്നപ്പോൾ പറഞ്ഞ് കൊടുക്കത്തെ 10 വരേണ്ടത്, അന്ന് ലൈലത്തുൽ ഖദറിന്റെ രാവാണ്, അതിനാ ഞാൻ ഇപ്പൊ വന്നതാണ്. പറഞ്ഞോ ഒരു രക്ഷയില്ല, ഞാൻ നിന്റെ സക്കാത്തിന്റെ ഫണ്ട് ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതിൽ എന്റെ പേരില്ല, ഓർമ്മയില്ല, എന്നോട് പറഞ്ഞു എന്നുള്ള സത്യം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം എനിക്ക് ഞാമത്തുണ്ടായ പൗതി എനിക്ക് തന്നെ. ഇപ്പൊ പോയിട്ട് നല്ല രാവുകളാ നടക്കണം. അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്റെ കുട്ടി പോയി പേരയിൽ ഇരുന്ന് ദ്വാരക്കുക, എന്തിനേ എനിക്ക് ഞാമത്തുണ്ടായ, എന്നിട്ടോ അതിന് ഞാൻ പകുതി എനിക്ക് ഇൻഷാ അല്ലാഹ് വിധി രംഗത്തേക്ക്. അപ്പൊ ഓനെ കേട്ടപ്പോ പകുതി കിട്ടില്ലേ, ഹാപ്പി ആയിട്ടാണ് പോയി. ഗേറ്റിന്റെ അവിടെ ചെന്നിട്ടൊരു സംശയം, ഞാൻ പറഞ്ഞത് അൻവറിന്റെ ഐഡിയ ഡൗട്ട് അത് വന്നിട്ട് ചോദിച്ചു, നിങ്ങളിപ്പോ എന്ത് ദ്വായ പറഞ്ഞത്? ഇങ്ങക്ക് നിയമത്തുണ്ടാകാൻ ഞാൻ എൻ്റെ കൂടെ ഇരുന്ന് ദ്വാരക്ക അല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് നിയമത്തുണ്ടായതിന്റെ ശേഷം ഞാൻ നിങ്ങളോട് നിൽക്കുക, എന്നിട്ട് അതിന്റെ പകുതി നിങ്ങൾ തരുന്നല്ലേ, അതെന്തോ എനിക്കെന്നല്ല ദ്വായ ഞാൻ ചോദിക്കാം. അതിനേക്കായി നല്ലത് ഇൻ്റോടെ ഇരുന്ന് ഞാൻ തന്നെ എനിക്ക് നിയമത്തുണ്ടാകാൻ ദ്വാരുന്നിട്ട് അത് ഫുള്ള് എടുത്തൂടെ ചെങ്ങായി എന്ന് ചോദിച്ച പോലെ ഈട്ടിക്ക് നേരിട്ട് കരങ്ങൾക്ക് ശക്തി ഈട്ടി അവിടെ പോയിട്ട് കണ്ടോ. ആസിഫ എന്ന് പറയുന്ന പൊന്നുമോളെ വിഷയത്തിൽ ആ വീട്ടിൽ പോയ ഒരേ ഒരു MP ET മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഞങ്ങളെ മഹാനാണ്. ആ മഹാൻ ജയിക്കുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ നാട് നിന്നുകൊടുത്താ അൻവറിനെ നിർത്താൻ പാടില്ല. അതാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരാൾ നിൽക്കാതെ പോയത്, വെറുതെ എന്താ അൻവർ നിന്നതിന്റെ ഗുണം ഞങ്ങൾ പറഞ്ഞ് 4-5 മണ്ഡലത്തിൽ ചെലവ് പോകും വഹിച്ചോളൂ. ഓ എന്ത് പറ്റിപ്പോയി തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിക്ക്. പിണറായി ഇങ്ങനെ ഈ പാർട്ടിയെ നശിപ്പിക്കുമ്പോ തടയണം, സഖാക്കളെ. നല്ല കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾ പറയാണ്, ചിത്രത്തിൽ നിങ്ങൾ വേണം. അഭിപ്രായ വ്യത്യാസം നമ്മളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM-നെ തകർക്കുന്ന ഏർപ്പാടിന് ആക്കം കൂട്ടാൻ പാടുണ്ടോ? ഈ നിലപാടെടുത്താൽ എന്താ നാട്ടിൽ വരാൻ പോകുന്നത്? എല്ലാം മുച്ചൂടും നശിപ്പിച്ചു, നന്മകളെല്ലാം നശിപ്പിച്ചു നരേന്ദ്രമോദി. ഇവിടെയോ, ഇവിടെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ എന്താ? ചെറിയ കാര്യമാണ്, എല്ലാ നന്മകളെയും നശിപ്പിച്ചു. എന്തെല്ലാം കാര്യങ്ങൾ കണ്ടോ? അപവാദങ്ങൾ പറയുന്നതിൽ രമ്യ ഹരിദാസ്, ആ കുട്ടിയെ പറ്റി നിങ്ങളെ നേതാവ് എന്താ പറയുന്നത്? നിങ്ങളെ നേതാവ് പറയാൻ തങ്ങളെ കണ്ടു, പിന്നെ പോയിട്ട് കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു, പിന്നെ അതിന്റെ ശേഷം എന്തായിന്ന് പറയാൻ പറ്റില്ല. എന്താ ദ്വയാർത്ഥമുള്ള പദത്തിന്റെ അർത്ഥം? ഒരു പാവം ഒരു പെണ്ണൊരുത്തി പെൺകുട്ടി അവിടെ മത്സരിക്കുമ്പോ എന്ത് മോശമാക്കിയിട്ടുള്ള നിങ്ങൾക്ക് അമ്മമാരില്ലേ, പെൺകുട്ടികളില്ലേ? നിങ്ങൾ ആരെ പറ്റി പറയാത്തത്? സിന്ധു ജോയ് നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പോകുന്നു, എന്താ പറഞ്ഞത്? എടപ്പാളിൽ അവർ പ്രസംഗിക്കുക ഉമ്മൻചാണ്ടിയുടെ വേദിയിൽ, അഭിസാരിക അഭിസാരിക. ലതിക സുഭാഷ് ഇയാൾക്കെതിരെ മത്സരിച്ചു. പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ എതിർ സ്ഥാനാർത്ഥി ഫേമസ് ആണല്ലോ. ഓ, അവൾ ഫേമസ് അല്ലയോ? അവൾ ഏത് കാര്യത്തിലാ ഫേമസ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. കണ്ടോ, കുടുംബല്ലേ, കൂട്ടങ്ങളില്ലേ? കുഞ്ഞാലിക്കുട്ടിയെ കർഷക എന്തെല്ലാം പറഞ്ഞു. കോഴിക്കോട്ടങ്ങാടിയിൽ തെരുവ് തട്ടുന്നൊരു പെണ്ണ് 2 കുട്ടികൾക്ക് പിതാവാരാന്ന് കൊടുത്തല്ലേ, അത് അവളും അവളെ കുടുംബമായിക്കോട്ടെ. പക്ഷേ ഒരു ക്യാമറമാൻ വന്നിട്ട് ചോദിച്ചു, ഈ 2 കുട്ടികളെ വാപ്പാരാ? ഓള് അറിഞ്ഞു, ഒന്ന് ജന്നെ അറിഞ്ഞു, ക്യാമറ ഇട്ടിട്ട് ഓനും പാഞ്ഞു. ഒരു മൂച്ചി പിരാങ്കത്തി ഓളൊപ്പം കൂടിയിട്ട് കുറ്റിപ്പുറത്ത് ജലീലിനെ പിടിച്ച് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചങ്ങൾ. എന്തിനാണ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ പൊന്നും ഉമ്മൻചാണ്ടി? എന്താ നിങ്ങൾ പറഞ്ഞത്? അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? ക്ലിഫ് ഹൗസിലിട്ട് സരിതയെ ഉമ്മൻചാണ്ടി, വൈറ്റ് ഹൗസിൽ പോകാൻ നേരമില്ലാത്ത ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിലിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ മനുഷ്യന്മാരെ വിശ്വസിക്കുക. നിങ്ങൾക്ക് ആരെ ഉറക്കാത്ത? TP ചന്ദ്രശേഖരൻ മരിച്ചപ്പോ
രമ ഇരിക്കുന്ന വേദിയിൽ ആ ചാനൽ ചർച്ചയിൽ ഒരു നേതാവ് പറഞ്ഞത് TP മരിക്കാനുള്ള കാരണം ഒരു ഗൾഫുകാരന്റെ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു, ആ വിരോധത്തിൽ കൊന്നതാണ്. മാഷ അള്ളാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് കൊല്ല. അപ്പൊ രമ്യ ഹരിദാസ് പാണക്കാട് പോകുക, അത് ഞങ്ങളെ നേതാവാണ്. നിങ്ങൾ പോണത് എവിടെ? കൊടി സുന്നി, അണ്ണൻ സുജിത്ത്, കിർമാണി മനോജ്. നിങ്ങളെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളതാണ്. നിങ്ങൾക്ക് പറ്റിയത് അതൊക്കെയാണ്. നിങ്ങൾ കൊലപാതകം നടത്തുക, നിങ്ങൾ തന്നെ അന്വേഷിക്കുക അല്ലേ? ഓരോരുത്തരെടുത്ത് നോക്കി, ഓരോ കേസിലെടുത്ത് നോക്കി. ജയകൃഷ്ണ മാഷ് പുസ്തകത്താളുകളിൽ മയിൽപ്പീല് വെച്ച് കിനാബ് കാണുന്ന കൊച്ചുകുട്ടി, കുരുതിക്കളം എന്തെന്നറിയാത്ത കുരുന്നു മക്കൾ തലകിടന്ന് ഉരുളാണ്. സാക്ഷി പറഞ്ഞാൽ ഞങ്ങളാ കൊന്നതെന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികളെ ഭീഷണിപ്പെടുത്തി. ആ കുട്ടികൾ ഇന്ന് കോഴിക്കോട് വന്ന് കൗൺസിലിംഗ് നടത്തി പോകണ്ട. ആ കുട്ടികളെ നോട്ടം തന്നെ ശരിയല്ല, പേടിച്ചരണ്ടിട്ട്. ഈ മാഷാ അള്ളാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് TPയെ കൊന്നു, ഇയാളെ കൊന്നില്ല. നമ്മളെ NDFന്റെ ഫസല് ദേശാഭിമാനിയുടെ ഏജന്റ്, തേജസിന്റെ ഏജന്റായി മാറിയപ്പോ ജീവനുള്ള ഫസല് ജനാസയായി മാറി. ആ ഫസലിന്റെ ഡെഡ് ബോഡി കാണാൻ കൊടിയേരി വരികയാണ്. മോർച്ചറി വന്നിട്ട് കഫൻ തുണിന്റെ നീക്കി എന്നിട്ട് പറഞ്ഞു